നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസിന്റെ ഡെഫിനിഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ചോദ്യങ്ങളിലെ ഫങ്ഷൻസ് എല്ലാം ഡിസ്ക്രീറ്റ് ഫങ്ഷൻസ് ആയിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് കണ്ടിന്യൂസ് ഫങ്ഷൻസിന്റെ കോമ്പോസിഷനെ കുറിച്ച് ചിന്തിക്കാം. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് എഫ് ഫ്രം R to R be given by f of x equal to sin x for all x element of R and g from R to R be given by g of x equal to x square for all x element R. Find g composition of f composition g. ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത, എഫ് എന്ന ഫംഗ്ഷനും ജി എന്ന ഫംഗ്ഷനും ആറിൽ നിന്നും ആറിലേക്കാണ്. എഫിന്റെയും ജിയുടെയും ഡൊമൈനും കോഡൊമൈനും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും നമുക്ക് ഈ ചോദ്യത്തിൽ കണ്ടെത്താവുന്നതാണ്. നമുക്ക് ആദ്യം ജി കോമ്പോസിഷൻ എഫ് കണ്ടെത്താൻ ശ്രമിക്കാം. നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷൻസ് ഇവയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫിന്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് ഒന്നുകൂടി ഓർക്കുക. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. നമുക്ക് ഒരുപാട് തവണ ഇത് ആവശ്യം വരും. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് കണ്ടെത്താം. ഇവിടെ ഇന്നർ ബ്രാക്കറ്റിനകത്ത് ഇരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിനാണ്. എഫ് ഓഫ് എക്സിന് അതിന്റെ വിലയായ സൈൻ എക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ജി ഓഫ് സൈൻ എക്സ്. എഫ് ഓഫ് എക്സിന് പകരം അതിന്റെ വിലയായ സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് ജി ഓഫ് സൈൻ എക്സ് എന്ന് ലഭിക്കും. ഇനി നമുക്ക് ജി ഓഫ് സൈൻ എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ എക്സിന് പകരം സൈൻ എക്സ് റീപ്ലേസ് ചെയ്താൽ മതി. എക്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെ സൈൻ എക്സ് എടുത്ത് കൊടുത്താൽ മതി. നമുക്ക് ജി ഓഫ് സൈൻ എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പൊ ലെഫ്റ്റ് സൈഡില് എക്സിന് പകരം സൈൻ എക്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ലഭിക്കും: ജി ഓഫ് സൈൻ എക്സ്. അതുപോലെ റൈറ്റ് സൈഡിലെയും എക്സിന് പകരം സൈൻ എക്സ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിനെ കുറച്ചുകൂടി ചുരുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം സൈൻ സ്ക്വയർ എക്സ്. Therefore, G composition f of x equal to sin square x. ഇതുപോലെ തന്നെ f composition ജിയും നമുക്ക് കണ്ടെത്താം. നമ്മുടെ ഫങ്ഷൻസ് ഇതാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമുക്ക് കണ്ടെത്താം. ആദ്യം അതിന്റെ ഡെഫിനിഷൻ എഴുതാം. നേരത്തെ നമ്മൾ എഴുതിയതുപോലെ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. കോമ്പോസിഷന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. ഇവിടെ ഇന്നർ ബ്രാക്കറ്റിനകത്ത് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ജി ഓഫ് എക്സിന്റെ വിലയാണ്. ജി ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാം എക്സ് സ്ക്വയർ ആണ്. ജി ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് സ്ക്വയർ കണ്ടെത്തണം.
അതിനുവേണ്ടി എഫിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ്. അതിൽ എക്സ് എവിടെയെല്ലാം ഉണ്ടോ അതിന് പകരം എക്സ് സ്ക്വയർ റീപ്ലേസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം എക്സ് സ്ക്വയർ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എഫ് ഓഫ് എക്സ് സ്ക്വയർ. അതുപോലെ റൈറ്റ് സൈഡിലെ സൈൻ എക്സിൽ എക്സിന് പകരം എക്സ് സ്ക്വയർ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നും ലഭിക്കും. നമ്മൾ ചെയ്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സിൽ എക്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എക്സ് സ്ക്വയർ റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കും എഫ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ. നമുക്ക് നേരത്തെ ലഭിച്ചത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് എന്നും ഇപ്പോൾ കിട്ടിയത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുമാണ്. ഇവ രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ജി കോമ്പോസിഷൻ എഫ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകണമെങ്കിൽ ഇവയുടെ ഗ്രാഫിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഇതാണ്. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്. സൈൻ എക്സിന്റെ ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇതാണ്. ചുവപ്പ് കളറിലുള്ളത് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്, പച്ച കളറിലുള്ളത് സൈൻ എക്സിന്റെ ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ ജിന്റെയും എഫിന്റെയും കോമ്പോസിഷനായ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് സൈൻ സ്ക്വയർ എക്സ് ഓറഞ്ച് കളറിലുള്ള ഗ്രാഫാണ്. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കുകയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് ലഭിക്കും. ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ഓറഞ്ച് കളറുള്ള ഗ്രാഫ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ നീല കളറുള്ള ഗ്രാഫ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും രണ്ടും രണ്ട് ഗ്രാഫാണ്. രണ്ട് ഗ്രാഫും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും ഈക്വൽ ആവുകയില്ല. ഈ രണ്ട് ഗ്രാഫുകൾ നോക്കുകയാണെങ്കിൽ, അതായത് എക്സ് സ്ക്വയറിന്റെയും സൈൻ സ്ക്വയർ എക്സിന്റെയും ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അതിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അത് വെച്ചിട്ട് ചില പ്രോപ്പർട്ടീസും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ സൈൻ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫും എക്സ് സ്ക്വയറിന്റെ ഗ്രാഫും നോക്കിയാലും ആ പ്രോപ്പർട്ടി ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലെറ്റ് എഫ് ജി ഫ്രം ആർ ടു ആർ ബി ഗിവൺ ബൈ f of x equal to mod x for all x element r and g of x equal to modulus 5x minus 2 for all x element r. Find g composition f, f composition g. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷൻസ് f of x equal to mod x, g of x equal to modulus 5x minus 2. നമുക്ക് ആദ്യം ജി കോമ്പോസിഷൻ എഫ് കണ്ടെത്താം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഡെഫിനിഷൻ ഇതാണ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ ഇന്ന ബ്രാക്കറ്റിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ജി ഓഫ് മോഡ് എക്സ് എന്നാണ്. ജി ഓഫ് മോഡ് എക്സിന്റെ വാല്യൂവും നമുക്ക് കണ്ടെത്താം. ജി ഓഫ് എക്സില് എക്സിന് പകരം മോഡ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ അതിന്റെ ആൻസർ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് 5x മൈനസ് 2. ഈ ഫംഗ്ഷനിൽ എക്സിന് പകരം നമ്മൾ മോഡ് എക്സ് റീപ്ലേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ജി ഓഫ് മോഡ് എക്സ് എന്ന് ലഭിക്കും. റൈറ്റ് സൈഡില് മോഡ് 5x മൈനസ് 2ൽ എക്സിന് പകരം മോഡ് എക്സ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് മോഡുലസ്
5 into mod x minus 2. അങ്ങനെയാണെങ്കിൽ g of mod x equal to modulus of 5 into mod x minus 2 എന്ന് നമുക്ക് എഴുതാം. ഇതുപോലെ f കോമ്പോസിഷൻ ജിയും നമുക്ക് കണ്ടെത്താം. നമ്മുടെ ഫങ്ഷൻസ് ഇവയാണ്. f of x equal to mod x, g of x equal to modulus 5x minus 2. f കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് f കോമ്പോസിഷൻ ജിയുടെ ഡെഫിനിഷൻ എഴുതാം. f കോമ്പോസിഷൻ g of x equal to f of g of x. ഇവിടെ ഇന്നർ ബ്രാക്കറ്റിനകത്ത് g of x ആണ്. g of x ന്റെ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f of modulus 5x minus 2. ഇനി നമുക്ക് f of modulus 5x minus 2 ചിന്തിക്കാം. f of x equal to mod x ആണ്. ഇവിടെ x എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മോഡ് 5x minus 2 റീപ്ലേസ് ചെയ്യാം. കാരണം നമുക്ക് മോഡ് 5x minus 2ന്റെ f വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ x-ന് പകരം മോഡ് 5x minus 2 റീപ്ലേസ് ചെയ്താൽ എന്ത് ലഭിക്കും എന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡില് x-ന് പകരം മോഡ് 5x minus 2 റീപ്ലേസ് ചെയ്യാം. f of മോഡ് 5x minus 2. അതുപോലെ റൈറ്റ് സൈഡിലും x-ന് പകരം മോഡ് 5x minus 2 റീപ്ലേസ് ചെയ്യാം. അപ്പോൾ മോഡുലസ് ഓഫ് 5x minus 2 എന്ന് ലഭിക്കും. ഇവിടെ 2 തവണ മോഡുലസ് എടുക്കേണ്ട ആവശ്യമില്ല. മോഡ് x അതിന്റെ വില മോഡ് x തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോഡുലസ് 5x minus 2 നമുക്ക് മോഡ് 5x minus 2 എന്ന് എഴുതാം. തൊട്ടു മുന്നേ നമ്മൾ കണ്ടെത്തിയത് g കോമ്പോസിഷൻ of x equal to modulus 5 into mod x minus 2 എന്നാണ്. ഇവിടെ നമുക്ക് ലഭിച്ചത് f കോമ്പോസിഷൻ g of x equal to modulus 5x minus 2 എന്നാണ്. ഈ രണ്ട് ഫംഗ്ഷൻസും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം g കോമ്പോസിഷൻ f not equal to f കോമ്പോസിഷൻ g. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള 4 ഫംഗ്ഷൻസും, അതായത് f, g കോമ്പോസിഷൻ f കോമ്പോസിഷൻ g, ഇവയുടെ ഗ്രാഫിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഇവയാണ്. f of x equal to mod x ന്റെ ഗ്രാഫ് ഇതാണ്, പച്ച കളറിലുള്ള ഗ്രാഫ്. g of x equal to modulus 5x minus 2 ഗ്രാഫ് ഇതാണ്, ചുവപ്പ് കളറിലുള്ളത്. അടുത്ത് എഫിന്റെയും ജിയുടെയും കോമ്പോസിഷനുകളായ g കോമ്പോസിഷൻ f ന്റെ ഗ്രാഫ് ഇതാണ്, ഓറഞ്ച് കളറുള്ളത്. അവയുടെ കോമ്പോസിഷനായ f കോമ്പോസിഷൻ ജിയുടെ ഗ്രാഫ് ഇതാണ്, നീല കളറിലുള്ളത്. ഇവിടെ g കോമ്പോസിഷൻ f ന്റെയും f കോമ്പോസിഷൻ ജിയുടെയും ഗ്രാഫുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇവയാണ്. g കോമ്പോസിഷൻ f W ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. f കോമ്പോസിഷൻ g ഒരു V ഷേപ്പിലുള്ള ഗ്രാഫ് ആയിരിക്കും. ഇവിടെ g കോമ്പോസിഷൻ f ന്റെയും f കോമ്പോസിഷൻ ജിയുടെയും ഗ്രാഫിൽ y ആക്സിസിന്റെ റൈറ്റ് സൈഡിലുള്ള പോർഷൻസ് ഈക്വൽ ആണ്. അതായത് x വാല്യൂസ് പോസിറ്റീവ് ആണെങ്കിൽ f കോമ്പോസിഷൻ ജിയും g കോമ്പോസിഷൻ fഉം ഈക്വൽ ആയിരിക്കും. x വാല്യൂസ് നെഗറ്റീവ് ആകുമ്പോൾ f കോമ്പോസിഷൻ ജിയും g കോമ്പോസിഷൻ fഉം ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് ഗ്രാഫാണ്. g കോമ്പോസിഷൻ fഉം f കോമ്പോസിഷൻ ജിയും ഈക്വൽ അല്ല. വളരെ വ്യക്തമായിട്ട് ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും g കോമ്പോസിഷൻ fഉം നോട്ട് ഈക്വൽ ടു f കോമ്പോസിഷൻ g. അടുത്ത ചോദ്യം, ലെറ്റ് f g from R to R
be given by f of x equal to 8x cube for all x element r and g of x equal to x raised to 1 by 3 for all x element r. Show that f composition G not equal to G composition F. ഇവിടെയും എഫും ജിയും ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മുടെ ഫംഗ്ഷൻസ് ഇവയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x ക്യൂബ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1/3. ജി കോമ്പോസിഷൻ എഫിന്റെ ഡെഫിനിഷൻ എഴുതുകയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ നമ്മൾ ആദ്യം ഏത് വിലയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഇന്നർ ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിന് അതിന്റെ വിലയായ 8x ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും ജി ഓഫ് 8x ക്യൂബ്. അടുത്ത് ജിയുടെ വില നമ്മൾ മനസ്സിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. വളരെ എളുപ്പമാണ്. ജി ഓഫ് 8x ക്യൂബ് കണ്ടെത്തണമെങ്കിൽ ജിയുടെ ഡെഫിനിഷനിലേക്ക് നമ്മളൊന്ന് നോക്കുക. ജിയുടെ ഡെഫിനിഷൻ ഇതാണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1/3. അവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് 8x ക്യൂബിന്റെ ജി വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ജിയുടെ ഡെഫിനിഷനിൽ എക്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെ 8x ക്യൂബ് റീപ്ലേസ് ചെയ്യാം. അതായത് എക്സിന് പകരം 8x ക്യൂബ് കൊടുക്കുക. എക്സിന് പകരം 8x ക്യൂബ് കൊടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ജി ഓഫ് 8x ക്യൂബ് ഈക്വൽ ടു 8x ക്യൂബ് റൈസ് ടു 1/3 എന്ന് ലഭിക്കും. ഇവിടെ 8നെയും നമുക്ക് ക്യൂബ് ആക്കി എഴുതാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കും 2 ക്യൂബ് എക്സ് ക്യൂബ് റൈസ് ടു 1/3. ഈ 2 ക്യൂബും എക്സ് ക്യൂബും ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 2x ക്യൂബ് റൈസ് ടു 1/3. ഇതിപ്പോൾ a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n ഫോമിലെത്തി. അങ്ങനെയാണെങ്കിൽ പവേഴ്സ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3യും 1/3യും മൾട്ടിപ്ലൈ ആണെങ്കിൽ അത് ഒന്നായിട്ട് മാറും. നമുക്ക് ഫൈനൽ ആൻസർ 2x എന്ന് ലഭിക്കും. Therefore, G composition f of x equal to 2x. അടുത്ത് നമുക്ക് f composition G കണ്ടെത്താം. f of x equal to 8x cube, g of x equal to x raised to 1/3. F composition g of x equal to f of g of x. ഇവിടെ നിങ്ങൾക്കറിയാം ഇന്നർ ബ്രാക്കറ്റിനകത്ത് g of x ആണ്. അപ്പോൾ നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് g of x ന്റെ വാല്യൂ ആയിരിക്കും. g of x ന് പകരം അതിന്റെ വിലയായ x raised to 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് f of x raised to 1/3 ആണ്. ഇനി നമുക്ക് f of x raised to 1/3 കണ്ടെത്തണം. അതായത് x raised to 1/3 യുടെ f വാല്യൂ. അതിനുവേണ്ടി f എന്ന ഫംഗ്ഷനിലേക്ക് നോക്കുക. അതായത് f of x equal to 8x cube. അതിൽ എക്സിന്റെ സ്ഥാനത്തല്ല, ലെഫ്റ്റിലും റൈറ്റിലും ഓരോ എക്സ് ഉണ്ട്. അതിന് പകരം x raised to 1/3 റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് f of x raised to 1/3 equal to 8 into എക്സിന് പകരം x raised to 1/3 കൊടുക്കുകയാണെങ്കിൽ x raised to 1/3 raised to 3. That is f of x raised to 1/3 equal to 8 into x raised to 1/3 cube. ഇവിടെയും a raised to m the whole raised to n ആണ്. അപ്പൊ എക്സിന്റെ പവറുകളായ 1/3യും 3യും
നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ അത് ക്യാൻസൽ ആയി നമുക്ക് x എന്ന് ലഭിക്കും. That is 8 into x. Therefore, f composition g of x equal to 8x. നമ്മൾ മുന്നേ കണ്ടെത്തിയത് g composition f of x equal to 2x എന്നാണ്. ഇപ്പോൾ ലഭിച്ചത് f composition g of x equal to 8x എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഈക്വൽ അല്ല. f composition g not equal to g composition f. ഇവയുടെ ഗ്രാഫുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ f of x കറുത്ത കളറുള്ള ഗ്രാഫാണ് 8x ക്യൂബ്. g of x ചുവപ്പ് കളറുള്ള ഗ്രാഫാണ് x raised to 1/3. g of f of x f ന്റെയും g യുടെയും കോമ്പോസിഷനായ g കോമ്പോസിഷൻ f of x, അതായത് 2x ന്റെ ഗ്രാഫ് ഇതാണ് പച്ച കളറിലുള്ളത്. അടുത്ത കോമ്പോസിഷൻ f കോമ്പോസിഷൻ g യുടെ ഗ്രാഫ് നീല കളറിലുള്ളത് 8x ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ g കോമ്പോസിഷൻ f ന്റെ ഗ്രാഫും f കോമ്പോസിഷൻ g യുടെ ഗ്രാഫ് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ g കോമ്പോസിഷൻ f ഉം f കോമ്പോസിഷൻ g യും ഈക്വൽ അല്ല. g കോമ്പോസിഷൻ f നോട്ട് ഈക്വൽ ടു f കോമ്പോസിഷൻ g. The question. Let f g from R to R be given by f of x equal to cos x for all x element of R and g of x equal to 3x square for all x element of R. Show that f composition g not equal to g composition f. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. Let f g from R to R be given by f of x equal to x square plus x plus 1 for all x element R and g of x equal to 2x minus 3 for all x element R. Find f composition g, g composition f. ഇതും നിങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അടുത്ത ചോദ്യം. Let f from R to R be given by f of x equal to 3x plus 2 for all x element R. Find f of x, അതായത് f composition f. ഇതും നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അടുത്ത പ്രോബ്ലങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.